വേതന പാക്കേജ് പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് പോകുന്നു. അടുത്ത മാസം 7-ന് മുഴുവൻ റേഷൻ കടകളും അടച്ചിടും. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും മാർച്ചും ധർണയും സംഘടിപ്പിക്കാനും സംയുക്ത സമരസമിതി തീരുമാനിച്ചു. റേഷൻ കട വ്യാപാരികളുടെ കഷ്ടപ്പാടും ദുരിതവും ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. പ്രശ്നപരിഹാരത്തിനായി കയറാത്ത ഓഫീസുകളോ മുട്ടാത്ത വാതിലുകളോ ഇല്ല. ഏറ്റവും ഒടുവിലാണ് ഈ സമരം. സൂചനാ സമരങ്ങൾ ഫലം കാണാതെ വന്നതാണ് കടകൾ അടച്ചിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ വ്യാപാരികളെ പ്രേരിപ്പിച്ചത്. മാർച്ച് 7-ന് നടക്കുന്ന കടയടച്ചുള്ള സമരത്തിൽ സംസ്ഥാനത്തെ 14,000-ഓളം വ്യാപാരികളും പങ്കെടുക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നിവയാണ് ആവശ്യം. മാർച്ച് റേഷൻ കടകൾ അടച്ചുകൊണ്ട് കേരളത്തിലെ പ്രബല സംഘടനകളായ AKRRDA, ജോണി നെല്ലൂർ നയിക്കുന്ന AKRRDA, അതേമാതിരി CITU, കേരളത്തിലെ ഭരണപാർട്ടിയുടെ G. സ്റ്റീഫൻ MLA ആണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. കൃഷ്ണപ്രസാദ് CPIയുടെ നേതാവ് കൃഷ്ണപ്രസാദ്, അതേമാതിരി തന്നെ അടൂർ മുൻ ഭക്ഷ്യമന്ത്രി നയിക്കുന്ന അടൂർ പ്രകാശ് നയിക്കുന്ന സംഘടന, ഈ 4 സംഘടനകളെ ഞങ്ങൾ സമരത്തിലേക്ക് നോട്ടീസ് കൊടുത്തത്. ഈ നോട്ടീസ് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ധനമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് നൽകിയ കിറ്റിന്റെ പണം ഉൾപ്പെടെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും നൽകിയിട്ടില്ല. ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. വാക്കാലുള്ള പരാമർശം പോലും റേഷൻ മേഖലയെക്കുറിച്ച് ബജറ്റിൽ ഉണ്ടായില്ലെന്ന് വ്യാപാരികൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. നവകേരള സദസ്സിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും പരാതി നൽകിയവരാണ് റേഷൻ കട വ്യാപാരികൾ. ഇപ്പോഴും ഓരോ മാസവും ലഭിക്കേണ്ട വേതനം കൃത്യസമയത്ത് അവർക്ക് ലഭിക്കുന്നില്ല. റേഷൻ കട വ്യാപാരികളുടെ ഉന്നമനത്തിനായി രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു പോരാടാനാണ് നിലവിലെ സമരസമിതിയുടെ തീരുമാനം. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഈ മേഖലയിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്ന അടിക്കടി ഉണ്ടാകുന്നതാണ്. പണിമുടക്കി IPOS മെഷീന്റെ പണിമുടക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇതിനു പുറമെ റേഷൻ വ്യാപാരികൾ കൂടി സമരത്തിന് ഇറങ്ങുകയാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും കോവിഡ് കാലത്ത് സൗജന്യ കിറ്റ് വിതരണം ചെയ്തതിലെ പണം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ബജറ്റിൽ പരിഗണിച്ചില്ല എന്നും റേഷൻ വ്യാപാരികൾക്ക് പരാതിയുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ 14,280 റേഷൻ കടകളാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം 4,000-ഓളം കടകൾ പൂട്ടാൻ ഒരുങ്ങുകയാണ്. കാരണം സർക്കാരിൻ്റെ ഞങ്ങളോട് ചെയ്യുന്ന വളരെ അനീതി. ഒരു 2018-ലാണ് ഞങ്ങൾക്ക് ഈ വേതനം തന്നത്. അതിനുശേഷം ഒരു വർധനവോ ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ശരിയാക്കാൻ നോക്കാം എന്ന് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞു. 6ാമത്തെ കൊല്ലമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കമ്മീഷൻ നമ്മൾ ഇന്ന് ഡേറ്റ് 22 വരെ, 22 വരെ 22 വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കിറ്റ് കൊടുത്ത് കൊറോണ സമയത്ത് കിറ്റ് കൊടുത്തതിൻ്റെ പൈസ നമുക്ക് സർക്കാർ ഇതുവരെ തന്നിട്ടില്ല. എന്നാണ് ഇരിക്കുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ കുറേ കേസിലൊക്കെ പോയി. പക്ഷേ പണം ഇതുവരെ ഞങ്ങൾക്ക് അതും തന്നില്ല. പിന്നെ റേഷാപ്പിൽ നിന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമായി നടക്കാതെ ഒരു ജോലി നടന്നിട്ട് വന്നിരിക്കാമെന്നല്ലാതെ ഇതുകൊണ്ടൊരു മെച്ചണ്ടായിട്ട് വന്നിരിക്കില്ല. നമ്മളിപ്പോൾ 6 കൊല്ലമായി വേതന പാക്കേജ് നടപ്പിൽ വരുത്തിയിട്ട്, പക്ഷെ അത് പിന്നെ പുനഃസ്ഥാപിച്ചില്ല. പഴയ വേതന പാക്കേജായിട്ടും മുന്നോട്ട് പോകണം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതന്നെ ശരിക്കും യഥാസമയത്ത് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കൂടാതെ പിന്നെ സെമസ്റ്ററിൻ്റെ പ്രശ്നം വേറെ, അതും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യേണ്ടി വരും. അതിനൊരു ബദൽ സംവിധാനം കാണണം. മാസം കിട്ടില്ല. 2 മാസം കഴിഞ്ഞാൽ 1 മാസത്തെ കമ്മീഷൻ കിട്ടും. സർക്കാരിന് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ.